Hi, this is Uttara. Welcome to today's video. ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 20 kgs കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ വെയിറ്റ് കുറയ്ക്കും? അത് നമ്മൾ ഫീഡ് ചെയ്യണ സമയത്ത് നമുക്ക് ഭയങ്കര ക്രേവിങ്സ് കൂടുതലാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കും. നമ്മൾ ആ ഉഴിഞ്ഞ് കുളി, എണ്ണ തേച്ചിട്ടുള്ള കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമുക്ക് കഴിക്കാനുള്ള വിശപ്പ് വരും. അപ്പോൾ ഞാൻ വാരി വലിച്ചെല്ലാം കഴിക്കും. സത്യം പറഞ്ഞാൽ ത്രൂ ഔട്ട് മൈ പ്രഗ്നൻസി എനിക്ക് ഒട്ടും ക്രേവിങ്സ് ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് അവേർഷൻസ് ആയിരുന്നു. എനിക്ക് ഫുഡ് കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. പക്ഷേ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ അപ്പറ്റൈറ്റ് തിരിച്ചു കിട്ടിയ പോലെ എനിക്ക് ഭയങ്കര വിശപ്പ് വന്നു. അപ്പം അങ്ങനെ ഒരുപാട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു 4 to 6 months ഇടയിലാണ് ഈ 20 kgs കൂടിയത്. അപ്പോൾ ഇതെങ്ങനെ കുറയ്ക്കും എന്ന് വിചാരിച്ചിട്ട് ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഡാൻസിലേക്കൊക്കെ ഇനി തിരിച്ചു വരാൻ പറ്റുമോ? കാരണം ഡാൻസ് തന്നെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണല്ലോ. നമ്മൾ ഫിറ്റ് ആയിട്ട് ഇരുന്നാലേ നമുക്ക് ഡാൻസ് നല്ലോണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ മുകളിൽ കൂടെ എൻ്റെ അമ്മ പറയും, ഇതൊക്കെ ഇങ്ങനെയാണ്, ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് തടിയൊക്കെ വരും, പിന്നെ അതൊന്നും പോവില്ല, നമ്മുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെയാണ്, ഇതൊക്കെ ഹെറിഡിറ്ററി ആണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ ഭയങ്കര ഡൗൺ ആയി. അപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാനൊരു വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയത്. എൻ്റെ ഫിറ്റ്നസ് കോച്ചായിരുന്നു ജിത്തു ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എല്ലാം ഫോട്ടോ എടുത്ത് അയക്കാൻ എന്നോട് പറയും. അപ്പം ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ പല പല റെസിപ്പീസും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. സാലഡ്സിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് നോക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ സാലഡ് റെസിപ്പീസിലേക്ക് എനിക്ക് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. അത് ആ ഒരു കുറച്ച് കാലം, ഒരു 3 months ഡയറ്റ് പ്ലാൻ അല്ല, ഇറ്റ്സ് ത്രൂ ഔട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സാലഡ് ഉണ്ടാക്കാൻ പോവാം. Hi, this is Uttara. Welcome to episode 2 of Salads. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടാറ്റോ സാലഡ് ആണ്. പൊട്ടാറ്റോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ യൂഷ്വലി ഒരു എനിമി ആയിട്ടാണ് കാണാറുള്ളത്. ബിക്കോസ് പൊട്ടാറ്റോ സ്റ്റാർച്ച് ആണ്, കാർബോഹൈഡ്രേറ്റ് ആണ്, അധികം കഴിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ആസ് പാർട്ട് ഓഫ് എ സാലഡ് വളരെ കുറച്ച് എമൗണ്ട് വരുന്നതിന് ഒട്ടും ബുദ്ധിമുട്ടില്ല. നമ്മൾ കുറച്ചും കൂടെ ഫില്ലിംഗ് ആയിട്ടിരിക്കും. എന്ന് വെച്ച് നമ്മൾ അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് വാരിക്കോരി കഴിക്കണം, അത് കുഴപ്പമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആസ് പാർട്ട് ഓഫ് എ സാലഡ് നമ്മുടെ മെയിൻ മീലിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് ഇടുമ്പോഴത്തേക്കും നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും. സ്പെഷ്യലി ഇഫ് യു ലവ് പൊട്ടാറ്റോസ് ലൈക്ക് മീ. എനിക്ക് മാഷ് പൊട്ടാറ്റോയും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ചെറിയ ചില സാധനങ്ങൾ സാലഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് ഓൾ ദി മോർ ഇൻട്രസ്റ്റിംഗ്. സോ ഇന്നത്തെ നമ്മുടെ പൊട്ടാറ്റോ സാലഡിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒബ്വിയസ്ലി പൊട്ടാറ്റോസ്. അപ്പം ഇതിനെ നമുക്ക് റോ ആയിട്ട് തന്നെ ചോപ്പ് ചെയ്ത് എടുക്കാം. 2 എണ്ണം ചോപ്പ് ചെയ്തെടുക്കാം. സ്കിൻ ആദ്യം റിമൂവ് ചെയ്യാം. നമ്മൾ വേവിച്ചിട്ടാണ് സ്കിൻ റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഇത് നമ്മൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ പോകുന്നതുകൊണ്ട് നമുക്ക് ഓൾറെഡി ഇത് വേവിക്കണ്ട. ഓക്കെ, അപ്പോൾ പൊട്ടറ്റോനെ നമ്മൾ സ്കിന്ന് കളഞ്ഞിട്ടുണ്ട്. പൊട്ടറ്റോനെ നമ്മളൊരു ശത്രുവായിട്ട് കാണരുത്. ബിക്കോസ് ഇറ്റ് ഈസ് റിച്ച് ഇൻ വൈറ്റമിൻ സി. അതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് നല്ലപോലെ. അത് കാരണം നമ്മുടെ കൊളജൻ പ്രൊഡക്ഷനെ അത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നൊക്കെ നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കാനും കൊളജൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ ബി ഉണ്ട് അതിൽ. പിന്നെ പൊട്ടാസ്യം കണ്ടന്റ് നല്ലപോലെ ഉണ്ട്. അപ്പം നമ്മൾ അതിനെ വെറും ഒരു ഫാറ്റി ഫുഡായിട്ട് മാത്രം കാണരുത്. ഫാറ്റി ഫുഡ് അതാവുന്നത് അതിനെ ആ രീതിയിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതുകൊണ്ടും ജങ്ക് ഐറ്റംസ് ഇട്ടിട്ട് അതിനെ അങ്ങനെ ആക്കിയെടുക്കുന്നതാണ്. സോ എന്ത് ഓയിലിൽ ഫ്രൈ ചെയ്യുന്നു, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നു, അതൊക്കെ വെച്ചിട്ടാണ് അതിനെ അത്രയും നമ്മളൊരു അൺഹെൽത്തി ഫുഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ആസ് എ വെജിറ്റബിൾ നമ്മൾ അതിനെ അത്രയും മോശമായിട്ട് കാണരുത്. പൊട്ടാറ്റോ ഡിസേർവ്സ് അനദർ ചാൻസ്. അപ്പോൾ ഇതിനെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിനെ തിൻ സ്ലൈസസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ എയർ ഫ്രയറിൽ വെക്കാൻ പോകുന്നതുകൊണ്ട് അതിങ്ങനെ ബൾക്കി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ വേവ് കറക്റ്റ് ആവില്ല. അപ്പം അതുകൊണ്ട് നമുക്കിതിനെ തിൻ സ്ലൈസസ് ആയിട്ട് എടുക്കാം. നമ്മൾ നമ്മുടെ
ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻട്രസ്റ്റുകളൊക്കെ മാറും എന്ന് പറയുമല്ലോ. അപ്പൊ നമുക്ക് ചെറുപ്പത്തിൽ ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്താ ഇയറിങ്സിനോടും ആക്സസറീസിനോടും മേക്കപ്പിനോടും ഡ്രസ്സിനോടും ഒക്കെ ആയിരിക്കും താല്പര്യം. അങ്ങനെ നമുക്ക് കുറച്ച് പ്രായമാകുമ്പോഴാണ് നമുക്ക് ഈ പാത്രങ്ങളോടും യൂട്ടൻസിൽസിനോടും ഒക്കെ താല്പര്യം വരിക എന്ന് പറയും. അപ്പൊ ഈയിടെ ഞാൻ അമ്മയുടെ അടുത്ത് എയർ ഫ്രയർ വാങ്ങിച്ചതിനെ പറ്റി ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, പ്രായമായി വരുന്നതിന്റെ ലക്ഷണമാണ് ഇതൊക്കെ, വീട്ടമ്മയായി തുടങ്ങി, ഒരു കുടുംബം കുട്ടിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കിച്ചൺ യൂട്ടൻസിൽസിനോടും ഒക്കെ ആക്സസറീസിനോടും ഒക്കെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് വരിക എന്നുള്ളത്. അങ്ങനെ എയർ ഫ്രയർ വാങ്ങിച്ചപ്പോൾ എൻ്റെ ലൈഫ് എന്നെ കുറേ മാറിയ പോലെ എനിക്ക് തോന്നുക. ബിക്കോസ് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക്, ഓയിൽ കണ്ടന്റ് കുറവായിട്ട് കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വളരെ വലിയൊരു ലൈഫ് സേവർ ആയിരുന്നു. ടേസ്റ്റി ആയിട്ട് തന്നെ, ക്രിസ്പി ആയിട്ട് തന്നെ പല സാധനങ്ങളും നമുക്ക് കിട്ടും. ഇത് എയർ ഫ്രയറിന്റെ ആഡ് ഒന്നും അല്ല, പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്രയും ചേഞ്ച് വരുത്തിയ ഒരു മെഷീൻ ആയതുകൊണ്ട് എനിക്കത് ഇന്ന് പറയണം എന്ന് തോന്നി. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് എയർ ഫ്രയറിൽ ഈ പൊട്ടറ്റോസിനെ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ യൂഷ്വലി ഒരു എന്താ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ബോയിൽ ചെയ്തിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താലും കിട്ടും. പക്ഷെ അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ഓയിൽ കണ്ടന്റ് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ എയർ ഫ്രയറിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് അതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സോൾട്ട്, ഒരു പിഞ്ച്, പിന്നെ കുറച്ച് ടർമറിക്. നമ്മുടെ ഇവിടെ നോർത്ത് ഇന്ത്യൻ മെയ്ഡ്സ് ആയതുകൊണ്ട് നമ്മളെല്ലാം അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ട് ഈ യെല്ലോ പൗഡർ, വൈറ്റ് പൗഡർ അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഇതിന് യെല്ലോ പൗഡർ എന്ന് പറയാൻ പോയി. അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി, യെല്ലോ പൗഡർ തന്നെയല്ലേ, തെറ്റൊന്നുമില്ല പറഞ്ഞത്. ഓക്കെ, അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ നമുക്ക് മുളക് പൊടി ഇടാം, അതും ഒരു 1/2 ടീസ്പൂൺ. എന്നിട്ട് നമുക്ക് അതിലേക്ക് കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യാം, അതും ഒരു 1 ടീസ്പൂൺ എന്നുള്ള കണക്ക്. ഓക്കെ, ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം. ഒരു പേസ്റ്റ് പോലത്തെ കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടും. അപ്പൊ നമ്മൾ ഈ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടി. ഇതിൽ നമുക്ക് വേറെ മസാല ആഡ് ചെയ്യണമെങ്കിലും ആഡ് ചെയ്യാം, വെജിറ്റബിൾ മസാലയോ ഓർ ചിക്കൻ മസാല, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ യൂഷ്വലി നിങ്ങളുടെ പൊട്ടറ്റോ സബ്സിയിലിടുന്ന സാധനങ്ങൾ വേണമെങ്കിൽ ഇടാം. മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ പെപ്പറും ആഡ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചോപ്പ് ചെയ്ത പൊട്ടറ്റോ ഇതിനകത്തേക്ക് ഇടാം. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എങ്കിൽ ഇതിനകത്തേക്ക് ഒരിത്തിരി ഓയിലും കൂടി ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. കാരണം ഇത് എയർ ഫ്രയറിലായതുകൊണ്ട് അത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്കൊരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഓലിവ് ഓയിലും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത പോലെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിനൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ പൊട്ടറ്റോസിനെ ഇനി നമുക്ക് ഇതിലേക്ക് വെക്കാം, എയർ ഫ്രയറിലേക്ക്. ഇതിനകത്ത് തന്നെ ട്രേ ഉള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പ്ലേസ് ചെയ്താൽ മതി. ഇനി ഇൻ കേസ് കഴുകാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പാച്ച്മെന്റ് പേപ്പറിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ട്രേയുടെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാലും ഇത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. സച്ച് എ ലൈഫ് സേവർ. ഞാൻ യൂസ് ചെയ്യുന്നത് കുക്ക്വെല്ലിന്റെ എയർ ഫ്രയർ ആണ്. നമുക്ക് ഓയിൽ സ്പ്രേ ബോട്ടിൽസ് കിട്ടുകയാണെങ്കിലും ഇതുപോലെ ഇതിനകത്തേക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് ഓയിൽ കണ്ടന്റ് ഇല്ലാത്ത രീതിയിൽ ഫ്രൈ ചെയ്ത ഫുഡ് കിട്ടുകയും ചെയ്യും. നമുക്കത് എൻജോയ് ചെയ്യാനും പറ്റും വിത്തൗട്ട് കോംപ്രമൈസിങ്. ഓക്കെ, അപ്പോൾ നമ്മളിതെങ്ങനെ വെച്ച് കഴിഞ്ഞു. ഇത് നമുക്ക് ഉള്ളിലേക്ക് അപ്പോൾ നമ്മുടെ പൊട്ടറ്റോസ് എയർ ഫ്രയറിൽ ഇരിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കി ലെറ്റ്യൂസ് ചോപ്പ് ചെയ്തെടുക്കാം. സോ ഇതൊരു വലിയ ലെറ്റ്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഒരു 1/4 പീസ് നമുക്ക് എടുക്കാം.
ലെറ്റ്യൂസ് ആക്ച്വലി ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ്, വളരെ ലോ കാലറി ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് യോഗർട്ട്. ബേസിക്കലി നമ്മുടെ നാട്ടിലത്തെ റൈത്ത പോലത്തെ ഒരു ഡ്രസ്സിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് എപ്പിഗാമിയുടെ ഗ്രീക്ക് യോഗർട്ട് ആണ്. ഇനി ഇതില്ലെങ്കിലും നമുക്ക് യൂഷ്വലി നമ്മുടെ തൈര് എടുത്താലും ഈക്വലി സെയിം ടേസ്റ്റ് കിട്ടും. ബട്ട് യോഗർട്ട് ഈസ് കൺസിഡേർഡ് ലിറ്റിൽ മോർ ഹെൽത്തിയർ. കുറച്ചും കൂടെ അതിൽ കാൽഷ്യം ആൻഡ് പ്രോട്ടീൻ എല്ലാം കൂടുതലായതുകൊണ്ട് സോ നമുക്ക് യോഗർട്ട് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം ഈ ചോപ്പ് ചെയ്ത് വെച്ച ലെറ്റ്യൂസിനെ മാറ്റാം. ഇത് അഗൈൻ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ. നമുക്കിത് സ്പ്രെഡ് ഔട്ട് ചെയ്ത് പ്ലേറ്റിൽ വെക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രസ്സിങ് റെഡിയാക്കാം. സോ ഈ ഡ്രസ്സിങ്ങിന് നമുക്കൊരു ബൗൾ എടുക്കാം. ഈ ബൗളിനകത്തേക്ക് നമ്മുടെ യോഗർട്ട് ആഡ് ചെയ്യാം. ശരിക്കും ഈ സാലഡ് കഴിക്കുമ്പം പലർക്കും വീട്ടിലത്തെ ചോറും തൈരൊക്കെ മിസ് ചെയ്യണോന്ന് പറയുമല്ലോ, ചോറുണ്ടിട്ട് എത്ര കാലമായി എന്നൊക്കെ പറയുന്നവർക്ക് ഈ ഒരു യോഗർട്ട് ഫ്ലേവർ വരുമ്പോൾ തന്നെ, യോഗർട്ടും പൊറ്ററ്റോ ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് വീട്ടിലത്തെ ഒരു ഊണ് കഴിച്ച ചെറിയൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതിനകത്തേക്ക് അഗൈൻ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ദാറ്റ് ഈസ് അഗൈൻ ഓപ്ഷണൽ. ഉപ്പ് എത്രയും നമ്മൾ ഒഴിവാക്കുന്നോ അത് വെയിറ്റ് ലോസിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ബട്ട് തീരെ ഫ്ലേവർ ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ച ക്യൂക്കംബേഴ്സ് ഉണ്ട്. ക്യൂക്കംബർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാണ്ടിറ്റി നമുക്ക് കുറച്ചിട്ടാൽ മതിയെങ്കിൽ കുറച്ചിടാം, കുറച്ചധികം ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറച്ചധികം ഇടാം. ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമ്മുടെ യൂഷ്വൽ ഇന്ത്യൻ റൈത്ത പോലെ തന്നെ നമുക്ക് കുറച്ച് ഓണിയൻ, കുറച്ച് ഗ്രീൻ ചില്ലി എല്ലാം വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് ആഡ് ചെയ്യാം. ബട്ട് ദാറ്റ്സ് ഓപ്ഷണൽ. വെറുതെ നമുക്ക് യോഗർട്ടും ക്യൂക്കംബറും എടുത്താൽ തന്നെ നമ്മുടെ ഡ്രസ്സിങ് റെഡിയായി. ഈ ഡ്രസ്സിങ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു ബൗളിൽ മിക്സ് ചെയ്ത് ഒരുമിച്ച് കഴിക്കാം, പൊറ്ററ്റോസും കൂടി ഇട്ടിട്ട്. ഓർ ആസ് എ സൈഡ് നമുക്ക് വെച്ചാലും മതി. ഇത് മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റിൽ കഴിക്കാവുന്നതുമാണ്. നമ്മുടെ പൊറ്ററ്റോസിന്റെ സ്ഥിതി എന്തായി നമുക്ക് നോക്കാം. എയർ ഫ്രയറിൽ വെക്കുമ്പോൾ എപ്പോഴും നമ്മളിത് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ നല്ലപോലെ കുക്കായിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ പൊറ്ററ്റോസ് റെഡി ആയിട്ടുണ്ട്. യെസ്, വെരി ക്രിസ്പി ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെയും കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ദാറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം ഐ ഗെസ്. ഓക്കെ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. നമുക്കിത് ഇതിനെ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച ലെറ്റ്യൂസിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. സാലഡിന്റെ ഏറ്റവും ഐസിങ് ഓൺ ദ കേക്ക് എന്നൊക്കെ പറയണ പോലെ സാലഡിന്റെ ഐസിങ് ആണ് ഡ്രസ്സിങ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഈ ഡ്രസ്സിങ് കൂടെ വരുമ്പോഴാണ് അതിന് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണത്. നല്ല ചൂടാണ് ഇപ്പോൾ, ബട്ട് എന്തായാലും നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദി എയർ ഫ്രയർ. ഒരു ചെറിയ ക്രിസ്പി സൗണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ചിപ്സ് കഴിക്കണ ഫീലിംഗ് ആണ് വരുന്നത്. വാവ്, ഇത് നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ യോഗർട്ട് ഒഴിച്ചു കൊടുക്കാം. പൊട്ടറ്റോ മാത്രം കഴിക്കുമ്പോൾ കുറച്ച് എരിവുള്ള പോലെ തോന്നും. ബട്ട് മിക്സ് ചെയ്യുമ്പം ഐ തിങ്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ് ബ്ലെൻഡ്. ബിക്കോസ് ബാക്കി ഒന്നിലും ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ട് ഈ ലെറ്റ്യൂസ് ആണെങ്കിലും കുക്കുംബർ ആണെങ്കിലും വളരെ ബ്ലാൻഡ് ആയിട്ടിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതും കൂടെ വരുമ്പം
it becomes all the more perfect. ഇത് നമുക്ക് ഡിന്നർ ആയിട്ടും യൂസ് ചെയ്യാം, ലഞ്ച് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം, ഓർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കൂളിലേക്ക് ആവശ്യം വരില്ല, ബട്ട് വർക്കിന് പോകുന്നവർക്ക് ഇതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, ചിലപ്പം പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഡയറ്റ് ആകെ മാറിപ്പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പാക്ക് ചെയ്ത ലഞ്ച് കൊണ്ടുപോകണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഐ ഹോപ്പ് യു ഓൾ ട്രൈ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. വേണോ? നമ്മൾ ടോഡ്ലേഴ്സിന് എന്ത് കൊടുക്കുന്നോ അവരത് വേണ്ടെന്ന് പറയും. നമ്മൾ കൊടുക്കാത്ത സാധനങ്ങളോട് അവർക്ക് പ്രത്യേകിച്ചൊരു താല്പര്യം ഉണ്ടാവും. അപ്പൊ ഇവൾക്ക് നല്ല ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ സാലഡ് ഉണ്ടാക്കുമ്പോൾ അവളുടെ വിചാരം ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്, അപ്പൊ അവൾക്ക് കഴിക്കണം എന്ന് പറയും. അങ്ങനെ കുറെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കും അല്ലേ ദിമു? കഴിച്ചു നോക്കൂ. Yay!